കാസർഗോഡ് തൃക്കണ്ണാട് ക്ഷേത്രത്തിൽ നിന്നും സ്വർണം കാണാതായതുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നു. ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായത് വീണ്ടെടുത്തില്ലെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെതിരെ മറ്റു ക്ഷേത്രങ്ങളിലും അഴിമതി നടത്തിയതായുള്ള പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നിന്നും 13 വർഷം മുൻപ് കാണാതായ സ്വർണം ഇനിയും വീണ്ടെടുക്കുവാനായില്ല. ഭണ്ഡാരത്തിൽ നിന്നും ലഭിച്ച സ്വർണമാണ് കാണാതായതായി പരാതിയുള്ളത്. ആഭരണം ലഭിച്ചതായി ദേവസ്വം രജിസ്റ്ററിലുണ്ട്. എക്സിക്യൂട്ടീവ് ഓഫീസറും മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുമായിരുന്ന TM സത്യനാരായണന് നേരെയാണ് ഗുരുതര ആരോപണം ഉയരുന്നത്. 14.670 ഗ്രാം സ്വർണം കാണാനില്ലെന്ന് 2011-12 സംസ്ഥാന ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇടത് യൂണിയൻ അംഗമായ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാലത്താണ് സംഭവമെന്നതിനാലാണ് നടപടിയുണ്ടാകാത്തതെന്നും ക്ഷേത്രങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ആരോപിച്ചു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൻ്റെ സ്വർണ്ണാഭരണം മോഷണം പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വ്യക്തമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് കുറച്ച് കാലമായി, എന്നിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇതിൽ ശക്തമായിട്ടുള്ള നടപടി ആവശ്യമാണ്. മുഖം നോക്കാതെയുള്ള ഉത്തരവാദപ്പെട്ട ആൾക്കാർ ആരാണോ ഇതിന് ഉത്തരവാദി അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന്, ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ മാത്രമാണ്. ഈ റിപ്പോർട്ട് പുഴുത്തി വച്ചിരിക്കുകയാണ്. ഈ സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗത്തിൻ്റെ ദേവസ്വം വിങ്ങിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇത് പുറത്തു വന്നിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ മലബാർ ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ ഫണ്ട് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത് വിടാൻ, പരസ്യപ്പെടുത്താൻ അധികൃതർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് ഭക്തജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം കാത്തുസൂക്ഷിക്കാനും അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളുടെ ഭരണം സുതാര്യത വരുത്താനും ഈ കട്ട് കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കാനും ഇത് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുകയാണ്. സ്വർണത്തിൻ്റെ വിപണി വില സത്യനാരായണൻ അടക്കണമെന്ന് മലബാർ ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശവും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതിനിടെ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ മറ്റു ക്ഷേത്രങ്ങളിലും അഴിമതി നടത്തിയതായ ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.